ഹലോ, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമുക്ക് ഇന്ന് ഏർലി മോർണിംഗ് വർക്ക് ഉണ്ടായി കേട്ടോ. ഓണം കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു. പെട്ടെന്ന് എത്തി. അത് കഴിഞ്ഞാൽ സാരിയൊക്കെ ഫസ്റ്റ് തന്നെ പിടിച്ച് വെച്ചു. അതിന് ശേഷം നമ്മുടെ ബ്രൈഡ് എത്തിയിട്ടുണ്ട്. ശ്രുതി എന്നാണ് കേട്ടോ പേര്. ആളൊരു ടീച്ചറാണ്. നമ്മുടെ ഒരു വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ശ്രുതി നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിന് ലെൻസ് വെക്കാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഊരുകയെന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വെച്ചാൽ നന്നായിരിക്കും, വെച്ചോളൂ, വലിയ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ വെച്ചു കേട്ടോ. പിന്നെ ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഐ മേക്കപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ ശ്രുതിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ ഐ മേക്കപ്പിൻ്റെ കുറേ ഷോട്ടുകൾ എടുത്ത് വെച്ചു. ലെൻസൊക്കെ വെച്ച് പിന്നെ ലാഷസൊക്കെ വെച്ചപ്പോൾ ഭയങ്കര അടിപൊളിയായി. പിന്നെ ആളുടെ കണ്ണ് കുറച്ച് വലിയ ഐസായിരുന്നു. അത് കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ എന്നോട് കുറേ രീതിയിൽ മേക്കപ്പ് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, പിന്നെ ഹെയർ ഇങ്ങനെ വേണം എന്നൊക്കെ ആളുടെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏറെ കുറേയൊക്കെ ആ ഇഷ്ടങ്ങൾ മാച്ച് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. കാരണം ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ മേക്കപ്പ് ആൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത് മുഖത്ത്. പക്ഷേ അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഫേസ് ഒരുവിധം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ഹെയർ ഇങ്ങനെ മുല്ലപ്പൂ അരളി നടുക്ക് വെച്ചിട്ട് ചുറ്റോറും മുല്ലപ്പൂ വെച്ചാൽ മതി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ ഇങ്ങനെ പരത്തിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതായിരുന്നു ഭംഗി. അപ്പോൾ അതങ്ങനെ ചെയ്തു. അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. സാരി ഡ്രിപ്പിങ് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ശ്രുതിയുടെ. അപ്പോൾ ശ്രുതിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം നമ്മൾ തിരിച്ച് പോകുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും വിളിക്കാറുള്ള നമ്മുടെ അടുത്തുള്ള ഒരു ഷാജിയേട്ടുണ്ട്. ഞങ്ങൾ ഷാജി പാപ്പൻ എന്നൊക്കെയാണ് പറയുക ആളിനെ. അപ്പോൾ ആളുടെ വണ്ടിയിലാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. കുറേ ഷോട്ടുകൾ ഞങ്ങൾ എടുത്തു കേട്ടോ. കാരണം റീലൊക്കെ ഇടാനൊക്കെ വേണ്ടിയുള്ള കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തു. കുറച്ച് ഒരുപാട് ഷോട്ടുകൾ എടുത്തു. അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. പിന്നെ ബുക്കിംഗ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷാജേട്ടനാണ്. ആളിങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ നല്ല വർത്താനമൊക്കെ പറയും. പിന്നെ ആളെ ഇപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ അടുത്തുള്ള ആൾ തന്നെയാണ്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ആളേനെ. പിന്നെ എല്ലാ സ്ഥലങ്ങളും അറിയാം. അതാണ് മെയിൻ. അപ്പോൾ ഓണത്തിന് ഇത്ര കളക്ഷൻ കിട്ടി, ഇന്നലെ ഓണത്തിന് എനിക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ടോ ഓണത്തിന് ഓണപ്പടയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എൻ്റെ വല്യമ്മ, ഏട്ടന്മാർ അവരൊക്കെയാണ്. അമ്മമ്മയാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞത് അധീരയ്ക്ക് അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. എൻ്റെ ഏട്ടൻ്റെ മകളുടെ ഊഞ്ഞാലാണ്. അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമാണ് ആ ഊഞ്ഞാൽ. കഴിഞ്ഞ തവണ പോയപ്പോഴും അതിലിരുന്ന് കുറേ നേരം ആടിയിട്ട് ഉറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്. ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് അപ്ലോഡ് ചെയ്യാൻ തോന്നി. ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ അവിടെ ക്ലബ്ബിൽ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഓണക്കളികൾ എന്ന് പറയില്ലേ. അപ്പോൾ അതിലൊക്കെ കുറേ പിള്ളേരും ഞങ്ങളുടെ അവിടെയുള്ള കുട്ടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളും വന്നപ്പോൾ വടംവലി മത്സരം ഉണ്ടായിരുന്നു. അത് പെൺപിള്ളേരുടെ വടംവലി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അതിൽ പങ്കെടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വടം വലിക്കാനൊക്കെ നിൽക്കുന്നത്. ഞാനൊന്നിലും പങ്കെടുത്തിട്ടൊന്നുമില്ല വടംവലിയിൽ കേട്ടോ. പിന്നെ ശ്രീത് മുന്നേ വലിച്ചിട്ടുണ്ട്. ഇതാണ് ശ്രീത് പറയണത് കോളേജിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് നിന്നിട്ട് വലിച്ചു. എന്താ ഉണ്ടായിന്നൊന്നും അറിയില്ല. ഞങ്ങൾ എങ്ങനെയോ ജയിച്ചു. കയ്യും കാലൊക്കെ ഭയങ്കര വേനയായിരുന്നു കേട്ടോ. ശ്രീധുവിൻ്റെ കയ്യും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അവസാനം അവിടെ കിടന്ന് വലിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾക്കൊരു പഴക്കൊല സമ്മാനമായി ലഭിച്ചു. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷ കാര്യങ്ങളും വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓണത്തിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓണത്തിൻ്റെ ദിവസത്തെ അത് എഡിറ്റ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ടു വെച്ചെങ്കിൽ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കമൻറ്റും കൂടി ചെയ്തേക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇതിൽ ഞങ്ങൾക്ക് പഴക്കൊല കിട്ടണ ഭാഗം കൂടി ഉണ്ട് അവസാനം. അധീര ബേബീനെയും കൂട്ടി പോയിട്ടാട്ടോ പഴക്കൊലൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഓക്കെ ബൈ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.